ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. വിശദമായ വാദം പൂർത്തിയായി. കെട്ടിച്ചമച്ച കേസാണെന്നും പരസ്പരമുള്ള സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും അതിനാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് രാഹുലിൻ്റെ വാദം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3-ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാൻ ഈ അതിജീവിതയുടെ ചില വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടിരുന്നു. ഇത് ചില ഭാഗങ്ങൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഫെനി നൈനാനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഈ ശബ്ദ സന്ദേശത്തിൽ പരാതിക്കാരി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആദ്യം സ്പോട്ട്ലൈവ് പരിശോധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എന്താണ് നടന്നതെന്നാണ്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. കെട്ടിച്ചമച്ച കേസാണെന്ന് പറയുന്നു. എന്താണ് പ്രോസിക്യൂഷൻ്റെ നിലപാട്? പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല, ഫോണിൻ്റെ പാസ്വേഡ് നൽകുന്നില്ല, നിർണായകമായിട്ടുള്ള ലാപ്ടോപ്പ് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 2 മണിക്കൂറോളം അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ വാദം നടന്നത്. പ്രധാനമായും ജാമ്യം അപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 മണിക്കൂറായിരുന്നു ഈ ദിവസം സംബന്ധിച്ചുള്ള വാദം നടന്നത്. നാളെയാണ് ഇത് സംബന്ധിച്ച് വിധി പറയുക. ഇരുഭാഗവും തങ്ങളുടെ പക്കമുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഉഭയസമ്മത പ്രകാരമാണ് ഈ യുവതിയുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, ഈ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, കെട്ടിച്ചമച്ചതാണ് ഈ കേസ്. നിയമപരമല്ലാത്ത അറസ്റ്റാണ് ഉണ്ടായത്. നടപടികളിൽ പോരായ്മ ഉണ്ടായിരുന്നു. അറസ്റ്റിന് രേഖ ഒപ്പിടാൻ പറ്റിയിട്ടില്ല. അത്തരമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചില്ല. ഇത്തരമുള്ള കാര്യങ്ങളിലൊക്കെ ചില നടപടിക്രമങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി രാഹുലിന്റെ അഭിഭാഷകന്മാരുടെ ഭാഗം നിന്ന് ജാമ്യാപേക്ഷയിൽ പറയുകയുണ്ടായി. എന്തായാലും അത് സംബന്ധിച്ച് അതേസമയം SITയുടെ ഭാഗത്തു നിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്, അതുപോലെ തന്നെ MLA ആണ്. ഒപ്പം മുമ്പും ഇത് സംബന്ധിച്ചുള്ള പരാതികളുണ്ട്, ഇത്തരത്തിൽ കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് എന്തായാലും കോടതിയിൽ ഇത്തരം പരാമർശമുള്ളത്. എന്തായാലും കൃത്യമായ 2 മണിക്കൂറുടെ വാദം നടന്നെങ്കിലും വിധി നാളെയാണ് ഉണ്ടാകുക. രാഹുലിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർ. എന്താണ് അതിന് പ്രധാനപ്പെട്ട ചില ന്യായങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. കാരണം 2024 നടന്ന കേസാണ്. 1 വർഷം കഴിഞ്ഞിട്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് പരാതിക്കാരി രംഗത്ത് വരുന്നത്. പരാതിക്കാരി പരാതി നൽകിയതിനു ശേഷവും സാധാരണ മൊഴി നൽകിയാൽ, ഇത്തരം ഒരു പരാതി നൽകിയാൽ 3 ദിവസത്തിനകം വന്ന് നേരിട്ട് ഹാജരാക്കി മൊഴി നൽകണമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഈ നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പരാതിക്കാരി നേരിട്ട് ഹാജരാകാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കൂടി സംശയം കൂടി പ്രകടിപ്പിക്കുന്നു. തന്നെയല്ല, രാഷ്ട്രീയപരമായുള്ള തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പരാതിക്കാരി എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ആ കാര്യത്തിൽ ഇത്തരം പറയുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഉഭയസമ്മതപ്രകാരം ഉണ്ടായ ലൈംഗിക ബന്ധമാണ് എന്നുള്ള കാര്യമാണ് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഉള്ള വാദമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഇരുഭാഗവും 2 മണിക്കൂറോളം നടന്ന വാദങ്ങൾ കേട്ട ശേഷം നാളെയാണ് ഇത് സംബന്ധിച്ചുള്ള കോടതി വിധി പറയുക. ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നാളെയാണ് വ്യക്തി വരിക. കാരണം ഈ നേരത്തെ 1 വർഷത്തിന് മുമ്പുള്ള കേസായതുകൊണ്ട് തന്നെ ഈ IPC പ്രകാരം രജിസ്റ്റർ കേസും അതുപോലെ തന്നെ BNS 1 വർഷം പുതുക്കിയ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യം പോലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം നിയമവിദഗ്ധരുമായി ആലോചിച്ചാണ് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ നിയമോപദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതിഭാഗം. അതേസമയം രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ ഒട്ടനവധി തെളിവുകൾ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുണ്ട്. പലപ്പോഴും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്ത വ്യക്തിയാണ്. 3 ഫോണുകൾ കിട്ടിയിരുന്നു, അതിന്റെ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ലാപ്ടോപ്പിന്റെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം SIT മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം രാഹുലിന് ജാമ്യം ലഭിച്ചാൽ ഇതൊരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും. ശശിനാരായണൻ, ഇതിപ്പം 3-ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ നടന്നത്. മറ്റ് ആദ്യത്തെ രണ്ട് ബലാത്സംഗ കേസുകൾ, ആദ്യത്തെ രണ്ട് പരാതികൾ
ഇതിന്മേൽ എന്ത് നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് ആ പരാതികളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ തേടാൻ SIT കഴിഞ്ഞിട്ടുണ്ടോ? ടോം, അതാണ് പ്രധാനമായും നേരത്തെയുള്ള 2 പരാതികൾ നിലനിൽക്കുന്നു. ഒപ്പം 3ാമത്തെ പരാതിയിലാണ് രാഹുൽ അറസ്റ്റിലായത്. രാഹുലിനെ വിശദമായി ചോദ്യം 3 ദിവസത്തെ കസ്റ്റഡി കിട്ടിയെങ്കിലും കൃത്യമായ ചോദ്യം ചെയ്യലിൽ ഒരു മറുപടിയോ മൊഴിയോ രാഹുലിൽ നിന്നും SIT കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 2 കേസിലും രാഹുലിന് ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. ഈ കേസിൽ നേരിട്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട്, മൊഴി, പരാതിയൊക്കെ ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ അഭിഭാഷകരും അത് നിയമവിദഗ്ധരും പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായി 1 വർഷം മുമ്പ്, അതായത് 2024 ഏപ്രിൽ 8-നാണ് ഈ ക്രൈം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പരാതി പറയുകയോ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വരികയും പിന്നീട് ആ പരാതിയിൽ നിയമപരമായുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ, BNS പുതിയ നിയമം വന്നു കഴിഞ്ഞതിന് ശേഷം ചില മാറ്റങ്ങൾ ആ നിയമത്തിൽ ഭേദഗതികൾ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇത്തരം പരാതികൾ നിലനിൽക്കുമോ എന്നുള്ള കാര്യം ഇനിയാണ് കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരാതിയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടുകയും അതനുസരിച്ചുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാകുക, എന്തായാലും കോടതിയിൽ അത്തരത്തിലുള്ള നിലപാടുകളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ പ്രതിഭാഗം പറയുന്നത്. അതിൽ അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ രാഹുലിന്റെ അഭിഭാഷകൻ വെക്കുന്നു. പക്ഷെ അതേസമയം രാഹുൽ ഇത്തരത്തിൽ കേസ് 3 കേസിലും രാഹുൽ ഇത്തരത്തിൽ പരാതിക്കാരികൾ രംഗത്ത് വന്നിട്ട് പോലും രാഹുൽ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അതുപോലെ തന്നെ SITയെ സംബന്ധിച്ചും വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. കൃത്യമായി തെളിവുകളൊക്കെ ഉണ്ടായിട്ടും ഡിജിറ്റൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ഹാജരാക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരാൻ കഴിയുള്ളൂ. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് ഈ ജാമ്യാവസ്ഥ ഒരു പക്ഷേ നാളെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കോടതിയുടെ ഒരു വിവേചന അധികാരമാണ്, അതെങ്ങനെയാണെന്നുള്ള കാര്യം നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. 2 വിഭാഗവും തങ്ങളുടെ കൈവശമുള്ള ഓഡിയോ സന്ദേശങ്ങൾ, അതുപോലെ ഡിജിറ്റൽ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കുകയും 2 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ കൃത്യമായി വാദം കേൾക്കുകയും ചെയ്തു. പക്ഷേ നാളെയാണ് ഇത് സംബന്ധിച്ചുള്ള വിധി ഉണ്ടാവുക. അതിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. രാഹുലിന്റെ സുഹൃത്ത് ഫെനീന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ യുവതി ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതല്ലാതെ വീണ്ടും ശാരീരിക ബന്ധത്തിനല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റു 2 യുവതികൾക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പരാതിക്കാരി പറയുന്നുണ്ട്. രാഹുല് എനിക്കിത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആള് ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിന്റെ അടുത്ത് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.